ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴായി പോകേണ്ട വലിയൊരളവ് ഭക്ഷണം അത്തരത്തിൽ സംഭവിക്കാതെ അതുകൊണ്ട് ഒരുപാട് മിണ്ടാപ്രാണികളെ ഊട്ടാൻ കഴിഞ്ഞു. അതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സംഭവിച്ചത് ഇങ്ങനെയാണ്. തിരുവനന്തപുരം വഴുതക്കാടുള്ള വിമൻസ് കോളേജിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഏകദേശം രാത്രിയായ സമയം 300ഓളം ചിക്കൻ ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും ബാക്കി വന്നു. കൂടുതലും ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഓരോ ചിക്കൻ ബിരിയാണിക്കകത്തും മുട്ടയും ചിക്കനൊക്കെ വെച്ച് നല്ല ചൂടൻ ബിരിയാണിയായിരുന്നു. അതുകൊണ്ട് വേസ്റ്റിലോട്ട് തട്ടേണ്ട അവസ്ഥയായിരുന്നു വന്നത്. പക്ഷേ സംഘാടകർ നല്ല മനുഷ്യരായിരുന്നു. കാരണം അത്രയും ഭക്ഷണം വേസ്റ്റായിട്ട് വലിച്ചെറിയാൻ അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന നിതിൻ ബ്രോയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. നിതിന് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മുകിൽ കൊടുത്തതായിരുന്നു. മുകിലിനെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്ത ഒരു ഡോഗിനെയും കൊണ്ട് ഞാനൊന്ന് വാക്കിങ്ങിന് പോയ സമയത്ത് അവിടെ വെച്ച് ഞാൻ ഈ മുകിലിനെ പരിചയപ്പെടുകയായിരുന്നു. അപ്പോൾ ആനിമൽ ലവർ ആയതുകൊണ്ട് എൻ്റെ നമ്പർ വാങ്ങിച്ചു വെച്ചിരുന്നു. ഇത്തരത്തിൽ കുറേ ഭക്ഷണം ബാക്കി വന്നപ്പോൾ ഇതുപോലെ സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ബൈക്കുമായിട്ട് ആ കോളേജിലോട്ട് പോയി. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു സ്വിഗ്ഗിയുടെ ബാഗ് ഉണ്ടായിരുന്നു. ആ സ്വിഗ്ഗിയുടെ ബാഗിനകത്ത് എത്രത്തോളം നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ചിക്കൻ ബിരിയാണി നിറച്ചു. എന്നിട്ട് എക്സ്ട്രാ 2 കവറിലും കൂടെ ചിക്കൻ ബിരിയാണി നിറച്ച് ഞാൻ എൻ്റെ ബൈക്കിൽ തൂക്കിയിട്ടു. എന്നിട്ടും വളരെയധികം പാർസലുകൾ ബാക്കി വന്നു. ഞാനൊരു കാര്യം ചെയ്തു. സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരത്തിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ മകനെ പറഞ്ഞയച്ചു. ആ പയ്യൻ വന്നിട്ട് ഒരു 100ഓളം പാർസലുകൾ ആ പയ്യനും കൊണ്ടുപോയി. എന്നിട്ടും വീണ്ടും ഭക്ഷണം ബാക്കി വന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആനിമൽ ലവറായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആനന്ദിനെ കോൺടാക്ട് ചെയ്തു. ആനന്ദ് ഉടനെ തന്നെ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു ഷെൽട്ടർ അതിലോട്ട് 100ഓളം പാർസലുകൾ മാറ്റാൻ തീരുമാനിച്ചു. സംഘാടകർ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അങ്ങ് മ്യൂസിയം മുതൽ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു 7ഓളം ഡോഗ്സിന് ഞാൻ ഡോക്ടർ രാജീവ് എന്ന് പറയുന്ന ഒരു ആനിമൽ ലവറിൻ്റെ സ്പോൺസർഷിപ്പോടെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡോഗ്സിന് ഇന്ന് പുള്ളി ഡെയിലി പെഡിഗ്രി ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന് പകരം ഒന്ന് വെറൈറ്റിക്ക് ഞാൻ പകരം ചിക്കൻ ബിരിയാണി കൊടുത്തു. അവരും ഹാപ്പി ആയിരുന്നു. വന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു. അതിനകത്തുള്ള മുട്ടയും ചിക്കനൊക്കെ ചേർത്ത് നല്ല രീതിയിൽ കുശാലായിട്ട് അവർ കഴിച്ചു. അതിനുശേഷം മ്യൂസിയം തുടങ്ങി ഞാൻ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മ്യൂസിയത്തിൽ തുടങ്ങി LMS, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, കൊച്ചുള്ളൂർ, പോങ്ങമ്മൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, അങ്ങനെ CET എഞ്ചിനീയറിംഗ് കോളേജ് വരെ കണ്ട ഡോഗ്സിനെല്ലാം ഇറങ്ങി ചിക്കൻ ബിരിയാണി കൊടുത്തു. അവർ ചിക്കൻ ബിരിയാണി സന്തോഷത്തോടെ കഴിച്ചു. അവരുടെ വയറ് നിറയുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറയുന്നൊരു കാഴ്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് ആ സമയത്ത് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ നിറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ്. എന്തെന്നാൽ അനാഥരായി ഭക്ഷണവും ഇല്ലാതെ വിശന്ന് വലഞ്ഞ് തെരുവിൽ കിടക്കുന്ന ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് പോലും അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമാണ്. പിന്നെ ആനിമൽ ലവേഴ്സിനോ അല്ലെങ്കിൽ ഫീഡേഴ്സിനോ മാത്രമല്ല, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഭക്ഷണം അധികം വരുന്ന സമയങ്ങളിൽ, ഓരോ ഫംഗ്ഷൻ നടന്ന് അധികം വരുന്ന സമയങ്ങളിൽ നിങ്ങളൊന്ന് പാർസൽ ചെയ്തുകൊണ്ട് തെരുവുകളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കാത്ത് വിശപ്പോടെ കഴിയുന്ന ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് അവിടെ ഉണ്ട്. അവരെ ഊട്ടാം. എന്തായാലും പാഴായി പോകേണ്ട 300ഓളം പാർസലുകൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ മിണ്ടാപ്രാണികൾക്ക് ഉപകരിച്ചു. അത് വലിയൊരു കാര്യമാണ്. അതിന് സഹായിച്ചത് നിതിനാൻ മുകിൽ ബ്രോയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് സമയത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പോയി ആ ഭക്ഷണം എടുക്കാനും 3ഓളം ആനിമൽ ഷെൽട്ടറുകളിലോട്ട് അത് എത്തിക്കാനും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യാനും സാധിച്ചത്. എന്തായാലും ആ സഹോദരങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിന് അവർക്ക് എല്ലാ നന്മകളും ഭാവിയിൽ ഉണ്ടാകട്ടെ.